1 വർഷത്തിനു മുമ്പാണ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന ഫോറൻസിക് സർജൻ ഡോക്ടർ ആദർശ് രാധാകൃഷ്ണൻ വനത്തിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ആദിവാസി വീട്ടമ്മ സീതയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് നീണ്ട അവധിയിൽ പ്രവേശിച്ചു. തുടർന്ന് പകരം ഫോറൻസിക് സർജനെ ഇവിടെ നിയമിച്ചിട്ടില്ല. പീരുമേട് താലൂക്കിലെ തോട്ടം തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളാണ്. ഇവിടെ ഉണ്ടാകുന്ന അപകട മരണങ്ങൾ ഉൾപ്പെടെയുള്ള മരണങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരുമ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരുന്നു. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഇടുക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ വലിയ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ഉണ്ടാകുന്നു. പീരുമേട് താലൂക്ക് ഹോസ്പിറ്റലിൽ ഏതാണ്ട് 1 വർഷം മുൻപ് നിയമിച്ച ഫോറൻസിക് സർജൻ നിലവിൽ ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. 4 മാസം മുൻപ് പ്ലാക്കത്തോടത്ത് ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയ വിവാദമായ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 4 മാസമായി ഡോക്ടറില്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. അടിയന്തരമായി തോട്ടം മേഖലയിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു മരണം സംഭവിച്ചാൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇടുക്കി മെഡിക്കൽ കോളേജിനെയോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിനെയോ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലാണ് ഇവിടുത്തെ ജനങ്ങൾ. തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതുമൂലം സാധാരണക്കാരായ ആളുകൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി സ്ഥിരം ഫോറൻസിക് സർജനെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.